മകളുടെ കരൾ സ്വീകരിക്കാൻ നിൽക്കാത്ത നടൻ വിഷ്ണുപ്രസാദ് യാത്രയായി. നടന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായതിനെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും. കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നെങ്കിലും ചികിത്സയ്ക്കായുള്ള ഭീമമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം. 30 ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിരുന്നത്. സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയിരുന്നു. പിന്നീട് വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കളും മറ്റും ഓൺലൈൻ ചാരിറ്റി ഫണ്ടിങ്ങിലൂടെയും തുക കണ്ടെത്താൻ ശ്രമിച്ചു. ഇതിനിടെ രോഗം മൂർച്ഛിച്ചതോടെ നടൻ മരണത്തിന് കീഴടങ്ങി. വിഷ്ണുപ്രസാദിൻ്റെ മരണം നടൻ കിഷോർ സത്യയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. സീമാജി നായരും വിഷ്ണുപ്രസാദിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള കുറിപ്പ് പങ്കുവച്ചിരുന്നു. വിഷ്ണുപ്രസാദ് വിട പറഞ്ഞു. എത്രയോ വർഷത്തെ ബന്ധമാണ്. എൻ്റെ അപ്പു 6 മാസമായപ്പോൾ തുടങ്ങിയ ബന്ധം. ഏഷ്യാനെറ്റിൻ്റെ ആദ്യ മെഗാ സീരിയൽ ഗോകുലത്തിൻ്റെ എൻ്റെ ബ്രദറായി അഭിനയിക്കാൻ വരുമ്പോൾ തുടങ്ങിയ ബന്ധമാണ്. അപ്പുവിൻ്റെ 1ാം പിറന്നാൾ ആഘോഷിച്ചത് ആ സെറ്റിൽ വെച്ചായിരുന്നു. എല്ലാവർക്കും തിരക്കേറിയപ്പോൾ കാണൽ കുറവായി. കഴിഞ്ഞയാഴ്ച ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി അവനെ കണ്ടു. ഞാൻ കുറേ കോമഡിയൊക്കെ പറഞ്ഞു. ഒറ്റക്കമ്പനാണ് ഈ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു. പിന്നീട് വൈഫ് കവിത എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി വന്നത് വലിയ ആശ്വാസമായെന്ന്. കൂടെ ആശ്വാസമായി തന്നെ നിൽക്കാനാണ് പോയത്. കരൾ പകുത്തു നൽകാൻ തയ്യാറായ മകളെയും കണ്ടു. വീണ്ടും വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവൻ ഇത്ര പെട്ടെന്ന് വിട പറയുമെന്ന് കരുതിയില്ല. ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ കവിതയെ വിളിച്ച് സത്യമാണോ എന്നറിയാൻ. അപ്പുറത്ത് കരച്ചിൽ മാത്രമായിരുന്നു മറുപടി. പെങ്ങൾ വരാൻ വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റി. മറ്റന്നാളായിരിക്കും അടക്കം. എനിക്കാണെങ്കിൽ ഇന്നും നാളെയും വർക്കാണ്. അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ പോകുന്നുവെന്നും വിഷ്ണുവിന് വിട എന്നും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിൽ സീമാജി നായർ പറഞ്ഞു.